Hi guys, welcome to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ എന്നോടടക്കം കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് എങ്ങനെയാണ് 5000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത്? സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കിട്ടാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? അതേപോലെ ഷോർട്ട് ആയാലും ലോങ് വീഡിയോ ആയാലും അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ആകെ ഒരു മാസം 2 മാസത്തിൻ്റെ എക്സ്പീരിയൻസേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെയ്തു പോയ കാര്യങ്ങളും അതേപോലെ എൻ്റെ മിസ്റ്റേക്കുകളും എല്ലാം ഞാൻ ഇന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഭയങ്കര കോൺഫിഡൻസ് കുറഞ്ഞൊരു കൂട്ടത്തിൽപ്പെടുന്ന ഒരാളായിരുന്നു. ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും, എന്തൊക്കെ പറയും, ഞാൻ അങ്ങനെ ഒരു ചിന്തയിൽ നിന്നൊരാളായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഒരു യൂട്യൂബ് ചാനൽ അവിടെ സ്റ്റാർട്ട് ചെയ്ത് എന്നെക്കൊണ്ട് കഴിയുന്ന വിധം കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ അപ്ലോഡ് ചെയ്ത് വന്നു. അപ്പോൾ വീഡിയോസിന് എന്തായാലും നമ്മൾ കഴിയുന്നത്ര നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. ഏതെങ്കിലും ഒരു ഷോർട്സ് എന്തായാലും ക്ലിക്കാവും, അതേപോലെ അത്യാവശ്യം നല്ല വ്യൂസും കിട്ടും. അങ്ങനെ വ്യൂസ് കിട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി വരും. അപ്പം അങ്ങനെ എൻ്റെ ഒരു ഷോർട്ട് ആ സമയത്ത് ഒരു 2 ലക്ഷം വ്യൂസൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടി വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയ ശേഷമാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനായാലും ഫാമിലിക്കായാലും ഒക്കെ അയച്ചു കൊടുത്തത്. നിങ്ങൾക്കിപ്പം നിങ്ങളെ പേഴ്സണാലിറ്റി എങ്ങനെയാണോ അതുപോലെ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ശേഷം നിങ്ങൾ ഒരു ലോങ് വീഡിയോ ഇടുമ്പോഴായാലും അല്ലെങ്കിൽ ഒരു ഷോർട്സ് ഇടുമ്പോഴായാലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, ഒരു ലോങ് വീഡിയോ ആയാലും ഷോർട്സ് വീഡിയോ ആയാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് വെച്ചാൽ തമ്പനെയിലാണ്. നമ്മളൊരു തമ്പനെയിൽ കണ്ടാൽ ഷോർട്സിൻ്റെ ആയാലും ലോങ് വീഡിയോൻ്റെ ആയാലും ആ ഒരു തമ്പനെയിൽ ഒരാൾ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ആ തമ്പനെയിൽ കണ്ടിട്ട് അവർക്ക് ഇങ്ങനെ അതെടുത്ത് വാച്ച് ചെയ്യാൻ നമ്മളെ കൈ ഇങ്ങനെ ആവണം. അത്രക്ക് ഒരു നല്ല രീതിയിലായിരിക്കും നമ്മളിപ്പോൾ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. വേറെ ഒന്നിനും അതിൻ്റെ അത്ര ആ ഒരു എന്താ പറയുക പ്രാധാന്യം ഇല്ല. നിങ്ങളിപ്പോൾ കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ ഈ കുറേ ഹാഷ്ടാഗ്സും ഷോർട്സ് ഇടുന്നുണ്ടെങ്കിൽ കുറേ ഹാഷ്ടാഗ്സ് ഇടുക, അതേപോലെ തന്നെ ലോങ് വീഡിയോ ആണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഇങ്ങനെ കുറേ വലിച്ചു വാരിയിട്ടൊക്കെ കൊടുക്കൂലേ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പിന്നെ രണ്ടാമത്, ഈ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു സ്പെസിഫിക് ടൈം നമുക്ക് യൂട്യൂബ് കാണിച്ചു തരും. അതായത് നമ്മളിങ്ങനെ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇന്ന സമയത്താണ് നമ്മുടെ സബ്സ്ക്രൈബ്സ് ഏറ്റവും കൂടുതൽ ഓൺലൈൻ ഉണ്ടാവുക, ഷോർട്സ് വാച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ നിങ്ങൾക്ക് കാണിച്ചു തരും. പക്ഷേ ഈ ഒരു ഡാറ്റ നമ്മുടെ വീഡിയോ റീച്ചിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ലെന്ന് യൂട്യൂബ് തന്നെ പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തില്ലാന്ന് വെച്ചാൽ, അതിൻ്റെ നേരെ താഴെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബ്സിൻ്റെ ഏജ് കാണാൻ കഴിയും. ഇപ്പോൾ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബ്സിൻ്റെ ഏറ്റവും കൂടുതലുള്ളതെന്ന് വെച്ചാൽ 18 to 24 ഈ ഒരു ഏജിൻ്റെ ഉള്ളത്. അതായത് ഏകദേശം എൻ്റെ ഏജ് വരുന്ന ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് ഏത് വീഡിയോ ആയിരിക്കും ഇഷ്ടപ്പെടുക, അവർ ഏതൊക്കെ രീതിയിൽ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്, ഏതൊക്കെ വീഡിയോ എടുത്ത് നോക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ നോക്കി അപ്ലോഡ് ചെയ്യാൻ. അതേപോലെ തന്നെ നമ്മളൊരു കണ്ടന്റ് ചൂസ് ചെയ്യുമ്പോൾ ആ കണ്ടന്റിനെ കുറിച്ച് കുറച്ചധികം ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ ഞാനൊരു ഫുഡിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതാണെങ്കിൽ ഒരു 5 or 6 ഫുഡ് വീഡിയോ തന്നെ ഇടുക. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ഫുഡ് വീഡിയോ കണ്ടിട്ട് ഒരാൾക്ക് ഇഷ്ടം തോന്നി ലൈക്കൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്നും അവർക്ക് അതേ ഷോർട്സ് ഫീഡിൽ എൻ്റെ രണ്ടാമത്തെ ഫുഡിൻ്റെ വീഡിയോ വരും. അങ്ങനെ തുടർച്ചയായിട്ട് അവർ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യും. അല്ലാണ്ട് നിങ്ങൾ പല വീഡിയോസ് ഇടുമ്പോൾ അത് പല ഇൻട്രസ്റ്റ് ഉള്ള ആളെ കൈമലാണ് വന്ന് പെടുക, അവരാണ് കാണാൻ. അപ്പോൾ അവരൊക്കെ അത് സബ്സ്ക്രൈബ് ചെയ്യണം നിർബന്ധമില്ല. നമ്മൾ എപ്പോഴും ഒരു വീഡിയോ എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് എടുക്കാനും അതേപോലെ തന്നെ അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടാണ്ടും എഡിറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അധികം എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും കുത്തിക്കയച്ചാണ്ട് ഭയങ്കര നാച്ചുറൽ ആയിട്ട് തന്നെ വീഡിയോ എപ്പോഴും അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഡെയിലി എന്ത് ചെയ്യുക, ഒരു ഷോർട്സോ 2 ഷോർട്സോ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുക. അടുത്തത്, പെട്ടെന്ന് സബ്സ്ക്രൈബ്സ് കൂടാൻ ഒരു 1000 സബ്സ്ക്രൈബ്സ് ഒക്കെ പെട്ടെന്ന് ആവാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്ന് ചോദിച്ച ആളോട്, നമ്മൾ ഒരിക്കലും ആരെയും ഫോഴ്സ് ചെയ്തിട്ട് നമ്മളുടെ വീഡിയോസ് കാണാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ നിർബന്ധിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾ മാത്രമേ നമ്മളുടെ വീഡിയോ ഇൻട്രസ്റ്റോടെ ഫുൾ ഇരുന്ന് കാണും. ഇപ്പം ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഏതെങ്കിലും റീച്ച് ആയ വീഡിയോൻ്റെ ലിങ്ക് എടുത്തിട്ട് നമ്മളുടെ വീഡിയോയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വ്യൂസ് കൂടും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ്സ് കൂടും എന്നൊക്കെ പറഞ്ഞിടുന്നത്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട 2 കാര്യം, ഒന്ന് കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഒരു ഷോർട്സ് ഒക്കെ ഡെയിലി 1 or 2 വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തത്, നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോൻ്റെ അല്ലെങ്കിൽ ഷോർട്സിൻ്റെ തമ്പനെയിൽ അതേപോലെ ടൈറ്റിൽ, ഇത് രണ്ടും അട്രാക്റ്റീവ് ആണ്, ബാക്കിയുള്ള ആൾക്കാർക്ക് കാണാൻ തോന്നും എന്നും കൂടി നോക്കിയിട്ട് വേണം ഇടാനും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.